വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്യാം. കമ്പോണൻസിലൊരു ഹെഡർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ്. ശേഷം നമ്മൾ ആ ഹെഡറിനെ അവിടുന്ന് ഇൻഡെക്സിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം. ഹെഡറിൽ നമുക്കൊരു അതിന് ഡയറക്ടറിയിൽ ഡിസൈൻ ചെയ്യുന്ന നമുക്കൊരു മെനുവിൻ്റെ ഐക്കൺ ആഡ് ചെയ്യാം. കളർ നമുക്ക് കളേഴ്സ് കോൺസ്റ്റൻറ്റിനകത്ത് കളേഴ്സ് എന്ന് പറഞ്ഞൊരു എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റൻറ്റിനകത്തൊരു ഇൻഡെക്സ് ലേയേഴ്സ് ആഡ് ചെയ്യാം. Colors
ഹെഡറിൽ നമുക്കൊരു മെനു ഐക്കൺ ആഡ് ചെയ്യാം. ഒരു ഐക്കൺ ഇമ്പോർട്ട് ചെയ്യാം. ശേഷം നെയിം എന്ന് പറയുന്ന പ്രോപ്പ് ആഡ് ചെയ്യണം. കളർ നമുക്ക് വൈറ്റ് എന്ന് പറയും. ഇവിടെ നമുക്ക് ആ ഐക്കൺ സൈസ് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റിന് നമുക്കൊരു കളർ കൊടുക്കാം. ടെക്സ്റ്റിന് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കാം. ഡോട്ട് വൈറ്റ് ഫോണ്ട് സൈസ് ഫോണ്ട് വെയിറ്റ് നമ്മുടെ ഈ ഒരു മെനു ഐക്കണും ഹെഡറും വന്നിട്ടുണ്ട്. നമുക്കത് ഹൊറിസോണ്ടലി അലൈൻ ചെയ്യണം. പേരൻ്റ് വ്യൂവിന് സ്റ്റൈൽ കൊടുക്കാം. കണ്ടെയ്നർ നമുക്കറിയാം ഹൊറിസോണ്ടലി അലൈൻ ചെയ്യാം. നമ്മൾ ആ കണ്ടെയ്നറിന് ഫ്ലെക്സ് ഡയറക്ഷൻ റോ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് 10 കൊടുത്താൽ ആ കണ്ടെയ്നറിനുള്ളിലുള്ള എല്ലാ ഐറ്റംസിനും ഗ്യാപ്പ്, അതായത് ഇടയിലുള്ള സ്പേസ് 10 ആയിരിക്കും. 20 ആക്കി കഴിഞ്ഞാൽ ഇവിടെ കൂടിയിട്ടുണ്ട് ആയിട്ടുണ്ട്. അതേപോലെ ഈ ടെക്സ്റ്റിന് ടാപ്പ് ചെയ്യും. ഇത് നമുക്ക് ഒരു ഫ്ലെക്സ് 1 കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഹെഡർ നമുക്ക് ഒരു ടെക്സ്റ്റൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. മൂവീസ് ഒന്നും തന്നെ വന്നിട്ടുണ്ട്. പിന്നെ തന്നെ നമുക്കൊരു
കുറച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. കളേഴ്സ് ഡോട്ട് ബ്ലൂ കൊടുക്കും. നമ്മുടെ എം മാത്രം ബ്ലൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നത് 28 ആണ്. അപ്പോൾ അതിനൊരു 30 കൊടുക്കും. എം മാത്രമേ സൈസ് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഐക്കണും കൂടെ കൊടുക്കാം. ഫസ്റ്റ് അത് ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ നെയിം കൊടുക്കണം. നോട്ടിഫിക്കേഷൻ സൈസും കളറും തന്നെ കൊടുക്കുക. നോട്ടിഫിക്കേഷൻസ് എന്നാണ്. നമുക്ക് ഈ ഒരു മെനു ഐക്കണും നോട്ടിഫിക്കേഷൻ ഐക്കണും കുറച്ച് ഉള്ളിലേക്ക് വരാനായിട്ട് നമുക്ക് പാഡിങ് ഹൊറിസോണ്ടൽ ആ പേരൻറ്റ് വ്യൂവിന് കൊടുക്കാം. കുറച്ച് അത് അടുത്തേക്ക് വന്നിട്ട് ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഹെഡർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മൂവീസിൻ്റെ പോസ്റ്റർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കാരസൽ ക്രിയേറ്റ് ചെയ്യാം. തന്നെ ബോണസ് ഫോൾഡറിൽ കാരസൽ എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കാരസൽ എന്ന കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ റിയാക്ട് നേറ്റീവ് റീ ആനിമേറ്റഡ് കാരസൽ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ ആഡ് റിയാക്ട് നേറ്റീവ് കാരസൽ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഈ കസ്റ്റം ആനിമേഷൻസിനകത്ത് പോയാൽ ഓരോ കസ്റ്റമായിട്ടുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള
കണ്ടില്ലേ, ഈ ഒരു ആനിമേഷൻ കിട്ടുന്ന കോഡ് നമുക്ക് അത് യൂസ് ഞാൻ ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ മൂവി ഡേറ്റ എന്ന് പറയുന്ന ഒരു ഡമ്മി അറേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ ഒബ്ജക്റ്റിലും ID ഉണ്ട്, ടൈറ്റിലുണ്ട്, അതേപോലെ ഓരോ പോസ്റ്റേഴ്സും ഉണ്ട്. നമുക്കിതിൻ്റെ പേരൊന്ന് മാറ്റാം. ഫസ്റ്റ് കരസ്ഥൽ എന്ന് പറയും. കസ്റ്റം കാരസൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനൊരു അനിമേറ്റഡ് എഫക്റ്റ് കിട്ടാനായിട്ട് ഈ പാരലാക്സ് ലേഔട്ട് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ആ ഒരു ഫയലിലൂടെ നമുക്ക് ഇതിൽ നിന്ന് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫയല്. ഇതൊരു TS ഫയലാണ്. ഇതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. ചെയ്തിട്ട് നമ്മുടെ ഈ കസ്റ്റം കാരസലിനെ നമ്മൾ ഇൻഡെക്സിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം. ശേഷം നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ട് അതിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കരസൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ കരസലിനെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ് പ്രീ ആനിമേറ്റഡ് ചെയ്യുന്ന. അതുപോലെ തന്നെ നമ്മൾ ബ്ലർ വ്യൂ എന്ന് പറയുന്ന ഒരു ലൈബ്രറി കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ആനിമേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ബ്ലർ വ്യൂ. അതായത് ഈ ലെഫ്റ്റും റൈറ്റ് സൈഡിലുള്ള ഈ ഐറ്റത്തിനൊരു ബ്ലർ എഫക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കരസൽ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഫ്ലാറ്റ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതേപോലെ തന്നെയുള്ളൊരു കമ്പോണൻ്റാണ് കരസൽ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രോപ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റൈൽ കൊടുക്കാം. പിന്നെ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ട്രൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിങ്ങനെ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഐറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഐറ്റത്തിലേക്ക് പോകാനായിട്ടാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് അത് കണ്ടിന്യൂസ്ലി അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഈ ഓട്ടോ പ്ലേ ട്രൂ ഉണ്ട്. നമ്മൾ ഫോൾസ് ആക്കി കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കലി ഇത് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോകുന്ന ആ ഫങ്ഷൻ സ്റ്റോപ്പ് ആകും. നമുക്ക് മാനുവലി നമുക്ക് ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓട്ടോ പ്ലേ ഇൻ്റർവെല്ല്, അതായത് ഓരോ ഐറ്റം എത്ര സെക്കൻഡ് ഇവിടെ നിൽക്കണമെന്നുള്ളത് മില്ലി സെക്കൻഡിലാണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ റെൻഡർ ഐറ്റം. അതായത് നമ്മൾ ഫ്ലാറ്റ് ലിസ്റ്റിൽ റെൻഡർ ഐറ്റം യൂസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കമ്പോണൻറ്റ് അതല്ലെങ്കിൽ ഈ ഒരു കാർഡിനെയാണ് നമ്മൾ റെൻഡർ ഐറ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മൂവി പോസ്റ്റർ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളൊരു വ്യൂ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഇമേജ്, നമ്മൾ ഈ ഒരു ഇമേജ്, അപ്പോൾ ആ ഇമേജിൽ നമ്മൾ കൊടുത്തേക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റം ഡോട്ട് പോസ്റ്ററാണ്. നമ്മൾ ഈ മൂവീസ് എന്ന് പറയുന്ന
മൂവി ഡാറ്റ എന്ന് പറയുന്ന ഈ അറയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഓരോ ഐറ്റത്തിലും പോസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യൂ, അതിനൊരു വാല്യൂ ഉണ്ട്. സെയിം അതേപോലെ തന്നെ ഈ ആനിമേറ്റഡ് വ്യൂ ആണ് നമ്മുടെ ഈ ഒരു ചെറിയ വ്യൂ ആയിട്ട് വരുന്നത്. അപ്പം അതിലാണ് നമ്മൾ ഈ ബ്ലർ വ്യൂ കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബ്ലർ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ആ ലൈബ്രറി യൂസ് ചെയ്തേക്കുന്നത്. സെയിം അതേപോലെ തന്നെ നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിനെ എടുത്ത ആനിമേറ്റഡ് വ്യൂവിന് പുറത്ത് കൊടുക്കാം. ഇത് 100%. ടൈറ്റിൽ ടെക്സ്റ്റ്, നമുക്കിത് ടെക്സ്റ്റ് ലൈൻ ലെഫ്റ്റ് കൊടുക്കാം.